സാർ 24 വെട്ടുവെട്ടിയിട്ടും എമ്പുരാനിലെ രാജ്യവിരുദ്ധത അവസാനിക്കുന്നില്ല. ഇത് പറയുന്നത് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറാണ്. ഒന്നും രണ്ടുമല്ല, ഇത് 4ാമത്തെ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ എമ്പുരാനെ വിടാൻ ഭാവമില്ലെന്നാണോ? ശരിക്കും നോക്കിയാൽ 4അല്ല, നമുക്ക് 5എന്നോ 6എന്നോ പറയാം. കാരണം കേരളത്തിൽ നിന്നുള്ള അവരുടെ ലേഖകൻ ടി സതീശൻ അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ടുകൾ, ന്യൂസ് റിപ്പോർട്ടുകൾ വേറെയും എഴുതുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു ലേഖനത്തിൻ്റെ രൂപത്തിലാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. 2 ലേഖനങ്ങൾ നേരത്തെ വന്നു. ജിതിൻ ജേക്കബിൻ്റെ ക്രിസ്തീയ വിരുദ്ധതയെ പറ്റി ലേഖനം വന്നു. ഇപ്പം മുമ്പ് ലേഖനം എഴുതിയിട്ടുള്ള വിഷ്ണു അരവിന്ദിൻ്റെ തന്നെ ലേഖനമാണ് ഓർഗനൈസറിൽ വന്നിരിക്കുന്നത്. RSSൻ്റെ മുഖപത്രമാണ്. അപ്പോൾ RSSൻ്റെ അഭിപ്രായമാണല്ലോ അതിൽ വരുന്നത്. ഓരോരുത്തർക്കും പത്രമുണ്ട്. ശിവസേനയുടെ ബോംബെയിലെ സാമ്ന, അതിൽ വന്ന മുഖപ്രസംഗം വന്ന സാമ്നയുടെ അഭിപ്രായം, മറ്റേ ശിവസേനയുടെ അഭിപ്രായമായിട്ടാണ് എടുക്കുന്നത് അല്ലേ. ജനയുഗത്തിൽ വന്ന CPIയുടെ അഭിപ്രായമാണ്. അങ്ങനെ ഓരോ ദേശാഭിമാനിയിൽ വന്ന CPMൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പോലെ ഇതിൽ പറയുന്നത് 24 ഈ കട്ട് അത് വോളണ്ടറി ആയിരുന്നു. അത് സർക്കാർ പറഞ്ഞിട്ടോ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടോ സംഘടനകൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല. പ്രതിഷേധമൊക്കെ ഉണ്ടായി. പക്ഷെ അവർ തെറ്റിയതു എന്ന് തോന്നുന്നത് വെച്ചിട്ട് നടത്തിയ കട്ടുകളാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് റീസെൻസർ എന്നുള്ള വാക്കൊക്കെ കണ്ടിട്ടില്ല. അല്ല, ഇത് റീസെൻസർ അല്ല, ഇത് മോഡിഫിക്കേഷനാണ്. ഇത് മോഡിഫൈ ചെയ്തു, വോളണ്ടറിലി ആണല്ലോ, മോഡിഫൈ ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് കൊടുക്കുന്നത്. അല്ലാതെ സെൻസർ ബോർഡ് രണ്ടാമത് വന്നിട്ട് ഈ സിനിമ കാണുന്ന പരിപാടിയൊന്നും ഇതിൻ്റെ അകത്തില്ലല്ലോ. റീസെൻസറിങ് എന്ന് പറയുന്നത് തെറ്റാണ്, അതല്ല. വോളണ്ടറി മോഡിഫിക്കേഷൻ, അത് ആർട്ടിക്കിൾ 31 തോന്നുന്നു ഈ സെൻസർ നിയമത്തിൽ. സെൻസർ ചെയ്തിട്ടുണ്ടെങ്കിലും നിർമ്മാതാക്കൾക്ക് തന്നെത്താനെ തോന്നുകയാണെങ്കിൽ ആകാം എന്ന് പറയുന്ന വകുപ്പുണ്ട്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 24 സംഗതികൾ ഇതിൽ നിന്ന് ഛേദിച്ച് ഇവർ സ്വയം മാറ്റിയ ശേഷവും രാജ്യവിരുദ്ധതയിൽ നിലനിൽക്കുന്നു, ഹിന്ദു ക്രിസ്ത്യൻ വിരുദ്ധതയും നിലനിൽക്കുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഇപ്പോൾ അവശേഷിക്കുന്ന സത്ത ഹിന്ദുക്കൾ കാരണം മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ഭീകരരായി മാറുന്നു. അവർ, അതായത് ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണ് എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അതാണ് ലേഖനത്തിൽ പറയുന്നത്. കാരണം ആ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഒരാൾ പോയി ലഷ്കർ തൈബ ക്യാമ്പിലെത്തുകയാണല്ലോ, ഭീകരനായിട്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കലാപം ഉണ്ടെങ്കിൽ ഇവർ നേരെ പോയി. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കളും കലാപത്തിന് ഇരയാകുന്നില്ലേ? ഹിന്ദുക്കളും തീവ്രവാദികളാകണ്ടേ? അത് ഇതിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഇതിൽ വില്ലൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, ഏതോ ഡയലോഗ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഈ സംഭവം നിലനിൽക്കുന്നു. സയ്യിദ് മസൂദ് ഗുജറാത്തിൽ കുടുംബമില്ലാതായപ്പോൾ ലഷ്കർ തൈബയുടെ തീവ്രവാദി പരിശീലനം നേടി തീവ്രവാദിയാവുന്നു. എന്നിട്ട് ഹിന്ദുക്കൾക്കെതിരെ പ്രതികാരത്തിന് മുതിരുന്നു. ഇതാണ് സിനിമ. ഇപ്പോഴും ആ ഭീകരർ ഭാരതത്തിനെതിരെ ആണ് നിലകൊള്ളുന്നത്, ഈ ലഷ്കർ തൈബ എന്നൊക്കെ പറയുന്നവരുമൊക്കെ. അപ്പോൾ റീ എഡിറ്റ് ചെയ്തിട്ടും പ്രതികാരത്തിന് പറ്റിയ പദ്ധതി, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കെടുതി ഉണ്ടായാൽ അയാൾക്ക് പകരം വീട്ടണമെന്നുണ്ടെങ്കിൽ, പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രതികാരത്തിന് പറ്റിയ പദ്ധതി ടെററിസമാണ്, ഭീകരതയാണ് എന്നാണ് ഈ സിനിമ നൽകുന്ന സന്ദേശം. അതാണ് ഗുജറാത്ത് കലാപം നീക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗം നീക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടൊന്നും ഇവിടെ ഹിന്ദുക്കൾ പ്രതിഷേധം നടത്തിയില്ല. ഹിന്ദുക്കൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഓർഗനൈസർ പറഞ്ഞത്, ഗോത്ര ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല, ഗോത്രയും കൂടി പറയണമായിരുന്നു. ഇതാണ് പ്രതിഷേധിച്ചവർ ചൂണ്ടിക്കാണിച്ചത്. ആ അഭിപ്രായം അല്ലേ, അത് സ്വീകരിച്ചിട്ടില്ല. ഈ ഗോത്രയുമായി ബന്ധപ്പെട്ട് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ സിനിമയുടെ ആദ്യം പറയാമായിരുന്നല്ലോ, ഇങ്ങനെ സംഭവിച്ചിരുന്നു, അതിനെ തുടർന്നായിരുന്നു കലാപം എന്നൊക്കെ പറഞ്ഞ് മോഹൻലാലിൻ്റെ ശബ്ദത്തിലോ മറ്റോ അല്ലേ പറയാമായിരുന്നു. ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിനിമയ്ക്ക് ഇപ്പോഴും ഒരു സന്തുലനം, ബാലൻസ് ഇല്ല ലേഖനത്തിൽ പറയുന്നു.
2022 നടക്കുന്നതായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. വർഷം 2002 അല്ലേ വർഷം, ഈ കലാപം നടക്കുന്ന വർഷം ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അത് ഫ്യൂ ഇയേഴ്സ് എഗോ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 24 മാറ്റത്തിൽ എഴുതി കാണിക്കുന്നത് ആ വർഷം ഗുജറാത്ത് കലാപത്തിൻ്റെ വർഷമല്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഫ്യൂ ഇയേഴ്സ് എഗോ എന്നാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആഖ്യാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഈ മാറ്റം കൊണ്ട് ഗുണമില്ല. മുസ്ലിം ഭീകരതയുടെ ഉത്തരവാദിത്തം ഹിന്ദുക്കളിൽ ചാർത്തിയിരിക്കുന്നു. ഹാഫിസ് സയ്യിദ്, ലഷ്കർ എ തൈബ, പിന്നെ മസൂദ് അസർ, ജയ്ഷെ മുഹമ്മദ്, ഇവരുടെ പേരിൽ നിന്ന് ആണ് ഈ നായകൻ്റെ പേര്, ഉപനായകൻ്റെ പേരുണ്ടാക്കിയിരിക്കുന്നത് സയ്യദ് മസീദ്. വില്ലൻ്റെ പേര് മാറ്റി, ഈ ഉപനായകൻ്റെ പേര് മാറ്റിയിട്ടില്ല. 2 ഭീകരരുടെ പേര് ചേർത്തിട്ടുള്ളതാണ്, അതും ഇതിൽ നിന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ കുടുംബം നശിച്ചാൽ ഒരാൾ ഭീകരനാകും എന്നാണ് ഇതിൻ്റെ സന്ദേശമെങ്കിൽ ഈ രാജ്യത്ത് എത്ര പേർ ഭീകരന്മാരാക്കണമായിരുന്നു, ടെററിസ്റ്റുകളാകണമായിരുന്നു. ഗോദ്രയിൽ കൊല്ലപ്പെട്ട 59 പേരുടെ കുടുംബാംഗങ്ങൾ അല്ലേ, 59 ഹിന്ദുക്കളെ കൊന്നു. മറ്റേ അവിടെ സമാധാന മതക്കാര്, ആ 59 ഹിന്ദുക്കളുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ ടെററിസ്റ്റുകളായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതെ. ഗുജറാത്ത് കലാപത്തിലെ 254 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടല്ലോ ഗുജറാത്ത് കലാപത്തിൽ, ഏകപക്ഷീയമൊന്നുമല്ല. ആ 254 ഹിന്ദുക്കളുടെ കുടുംബാംഗങ്ങൾ ടെററിസ്റ്റുകളായിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? മുസ്ലിം ക്രൂരതയ്ക്ക് വിധേയരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആയുധമെടുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭീകരത ഉണ്ടാകുന്നത് ഈ പ്രതികാരം വീട്ടാനൊന്നുമല്ല. ഭീകരത ഉണ്ടാകുന്നത് ഒരു മതം വളർത്താൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടെററിസമാണ്. അതാണ് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്നത്. മതഭരണകൂടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഭീകരരുടെ ലക്ഷ്യം. ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ താലിബാൻ ഭരണകൂടത്തിനെയൊക്കെ കാണുന്നതല്ലേ, അഫ്ഗാനിസ്ഥാനിലൊക്കെ നടന്നൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുന്ന പടമാണ് ഇത്. ഇതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതല്ല, ഒരു കുടുംബത്തിൻ്റെ പ്രതികാരമാണ്. അതുകൊണ്ടാണ് ഭീകരത, ഹിന്ദുക്കളാണ് ഭീകരതയ്ക്ക് ഉത്തരവാദി എന്നൊക്കെ പറയുമ്പോൾ അത് സത്യമല്ല. മതഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മതത്തിൻ്റെ ഭീകരത. ഭാരതം, ഹിന്ദു, ക്രിസ്ത്യാനികൾ ഇതൊക്കെ ഒന്നിച്ചു പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഗുജറാത്ത് കലാപം കൊണ്ട് ഭീകരത ഉണ്ടാകുമെങ്കിൽ പശ്ചിമേഷ്യയിൽ മൊത്തം ഭീകരത ഉണ്ടല്ലോ, ഇസ്ലാമിക് ഭീകരത, വെസ്റ്റ് ഏഷ്യ, അതിൻ്റെ മുഴുവൻ കാരണങ്ങൾ ഹിന്ദുക്കളാണോ? മുഴുവൻ വെസ്റ്റ് ഏഷ്യയിലുള്ളതിന് കാരണം ഹിന്ദുക്കളാണോ? അതുകൊണ്ട് ഈ സിനിമ ഉണ്ടാക്കിയ ആളുകൾ ജനങ്ങളോട് മാപ്പ് പറയട്ടെ. സാർ, അപ്പോൾ ഈ ഓർഗനൈസർ വീണ്ടും ഇത് എഴുതുമ്പോൾ ഈ പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇത്രയും സെൻസർ ചെയ്താൽ പോരാ, അല്ല അതിനപ്പുറത്തേക്ക് വീണ്ടും ആ കഥാതന്തു നിലനിൽക്കുന്നു എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. അതുകൂടെ മാറ്റേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ഏതുകൂടി, അതായത് ഇപ്പോൾ 24 വെട്ടി എന്ന് പറഞ്ഞാലും കൗണ്ട് എടുത്താൽ, അല്ല ടൈം എടുത്താൽ ഒരു 2-3 മിനിറ്റിൻ്റെ ഡ്യൂറേഷൻ മാത്രമേ നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ. അതല്ല, കുറച്ച് ദീർഘിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെട്ടിമുറിച്ച് മാറ്റിയാലല്ലേ. 20 മിനിറ്റ് ആ കലാപം കളയണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഡൽഹിയിൽ നിന്നൊക്കെ തന്നെ. അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടില്ല. ഇത് ഈ 24 കട്ട് ഞാൻ ഇന്നലെ അത് വൈകുന്നേരം വായിച്ചു നോക്കി എത്രയാണെന്നൊക്കെ ഉള്ളത്. ചില സ്ഥലത്ത് മ്യൂട്ട് ചെയ്യുക, അങ്ങനത്തെയൊക്കെ മാറ്റങ്ങളാണുള്ളത്. പിന്നെ ഈ ഫ്യൂ ഇയേഴ്സ് എഗോ എന്നൊക്കെയുള്ള തരത്തിലുള്ളത്. പിന്നെ ആ കലാപ സമയത്ത് ചില സീനുകൾ NIA എന്നുള്ള ബോർഡ്, ഇങ്ങനത്തെ മാറ്റങ്ങളാണ്. ഇതിന്റെ സത്ത മാറുന്നില്ലല്ലോ, ഇതിന്റെ പ്രശ്നം. സത്ത മാറുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഈ ലഷ്കർ എ തൈബ രംഗം എടുത്ത് കളയേണ്ടതല്ലായിരുന്നു. അങ്ങനെ തന്നെ നിൽക്കുന്നു. ആളുടെ പേര് 2 ഭീകരരെ വെച്ചെടുത്തിട്ടുള്ള പേര് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ മാപ്പ് പറയട്ടെ എന്നുള്ളത് ഇവര് പറഞ്ഞിരിക്കുന്നതാ. ഓർഗനൈസർ കുരിശ് നശിക്കുന്നതായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ പശ്ചിമേഷ്യ വിട്ടു പോകണം എന്നല്ലേ? അതല്ലേ ഇവരുടെ ഉദ്ദേശം എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ ആയുധമെടുക്കണമെന്നല്ലേ ഈ സിനിമ ആഹ്വാനം ചെയ്യുന്നത്?
ഓർഗനൈസർ ചോദിക്കുന്നു. അത് തെറ്റു പറയാനും പറ്റില്ല. ആ, ശരിക്കും ഭീകരതയെ ഊട്ടി ഉറപ്പിക്കണം എന്നുള്ള ആഹ്വാനമാണ് ഈ സിനിമ നൽകുന്നത് എന്നുള്ളതാണ്. പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ വിമർശിക്കുന്നു. എന്നെ മാറ്റിയാൽ ബാക്കി സ്ഥാപനങ്ങളെ അല്ലേ, IB തുടങ്ങിയുള്ള സ്ഥാപനങ്ങളൊക്കെ വിമർശിക്കുന്നതൊക്കെ നിലനിൽക്കുകയല്ലേ. അപ്പോൾ കേന്ദ്രത്തെ വിമർശിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു അരാജക സിനിമയാണിത്. ഈ തിരക്കഥാകൃത്തും ഇതിൻ്റെ സംവിധായകനും ഒക്കെ അരാജകവാദികളാണ്, അങ്ങനെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ലേഖനത്തിൽ ഒടുവിൽ പറയുമ്പോൾ മട്ടാഞ്ചേരി മാഫിയയെ പറ്റി പറയുന്നുണ്ട്. ഈ മട്ടാഞ്ചേരി മാഫിയയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് സിനിമാ രംഗത്ത് വ്യാപിക്കുന്ന കാര്യം പറയുന്നിട്ടുണ്ട്. ഈ മയക്കുമരുന്നിൽ വീണ ആളുകളാണ് സത്യത്തിൽ ഈ ഭീകരത പടർത്തുന്നത് എന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജിനെ പറ്റി പേരെടുത്ത് പരാമർശിക്കുന്നുണ്ട്. പൃഥ്വിരാജ് നേരത്തെ ഒരു ഹലാൽ ഫ്ലാറ്റ് അതിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ കേരളം പോലെ വളരെ ചെറിയൊരു സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ ഇക്വേഷനെ തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിലാണ് ഓർഗനൈസറിൻ്റെ ഇടപെടൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. ഓർഗനൈസർ ഇതുകൊണ്ട് നിർത്തും തോന്നുന്നില്ല. കാരണം ഭാര്യൻ കുന്നനായിട്ട് പൃഥ്വി അഭിനയിക്കാൻ ശ്രമിച്ച കാര്യം പറയുന്നുണ്ട്. സേവ് ലക്ഷദ്വീപ്, അൻവർ ഭീകര പശ്ചാത്തലത്തിലുള്ള സിനിമയായിരുന്നു. ജനഗണമനേൻ്റെ ആയിരുന്നോ ഈ രാജ്യം ആരുടെയും തന്തയുടെ വകയല്ല ഇന്ത്യ എന്ന് പറയുന്നുണ്ട് എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒറിജിനലിൽ ദേശീയ പതാകയ്ക്കെതിരെയുള്ള ഒരു രംഗം ഉണ്ടായിരുന്നു, അത് സെൻസർ ബോർഡ് തന്നെ കളഞ്ഞു. നാഷണൽ ആന്തം, നമ്മുടെ ദേശീയ ഗാനം, അതിനെപ്പറ്റി എന്തോ പരാമർശം ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടുണ്ട് സെൻസറിങ്ങിൽ എന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ RSSന് ഈ 24/8 തൃപ്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.